ഗുഡ് മോർണിംഗ് ഗൈസ്. രാവിലെ തന്നെ ഉറക്കപ്പിച്ചിൽ പോയി എണീറ്റ് കഥ പറഞ്ഞപ്പോൾ കാണുന്നത് ഇവിടെ ഒരാൾ കുളിച്ച് റെഡിയായി നിൽക്കുന്നത്. ഞങ്ങൾ ഇവിടെ എണീറ്റതേ ഉള്ളൂ. പിന്നെ ഞങ്ങൾ പോയി റെഡിയായി ഫുഡ് കഴിക്കാൻ പോയി. പുട്ടും കടലയായിരുന്നു ഗൈസ്. അങ്ങനെ അതും കഴിച്ച് നിന്നപ്പോഴത്തേക്കും ഞങ്ങളെ കൊണ്ടുപോകാൻ വണ്ടി വന്നു. ഈ ഒരു ജീപ്പിലാണ് ഞങ്ങൾ കമ്മ്യൂണിറ്റിയിൽ പോണത്. ഇതിൽ ഇത്രയും പേരും കൂടെ എങ്ങനെ പോയെന്ന് അറിഞ്ഞുകൂടാ. നാട്ടുകാരെ മുഴുവൻ അറിയിച്ചോണ്ടാണ് ഞങ്ങൾ പോയത്. അമ്മാതിരി കിടന്ന് ബഹളം വെച്ച് ഞങ്ങൾ. അങ്ങനെ അവിടെ എത്തിയിട്ട് അവിടുത്തെ കാര്യങ്ങളും ചുറ്റുപാടും എല്ലാം കണ്ടും കേട്ടൊക്കെ മനസ്സിലാക്കി. കുറെ നടക്കാനുണ്ടായിരുന്നു. നടന്നതിന് സത്യം പറഞ്ഞാൽ ക്ഷീണിച്ച് അമ്മാതിരി നടക്കാനുണ്ടായിരുന്നു. പിന്നെ കുന്നും മലയൊക്കെ ഇറങ്ങി താഴെ വന്നപ്പം ഇവന് അപ്പുറത്ത് അവന്മാരെടുക്കെ പോണം. ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ടാണ്, വേറൊന്നിനും അല്ല, ഒരു ഫോട്ടോയ്ക്ക് വേണ്ടിയിട്ടാണ്. അങ്ങനെ ആ വെയിലത്ത് കുറച്ചുകൂടെ റെസ്റ്റ് എടുക്കാം എന്ന് പറഞ്ഞപ്പം എല്ലാരും കൂടെ അടുത്ത കുന്ന് കാണണം. പിന്നെ കയറിയല്ലേ പറ്റുള്ളൂ. ഞങ്ങൾ കഞ്ഞിയും കറി വെക്കാനൊന്നും ഇരിക്കണതല്ല, കുറച്ച് വെള്ളം ചോദിച്ചിരുന്നതാണ് ഗൈസ്. അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങി ഞങ്ങൾ ജീപ്പ് നോക്കി നിൽക്കുകയാണ് ഗൈസ്. എന്നാലേ ഞങ്ങൾക്ക് തിരിച്ചു പോകാൻ പറ്റുള്ളൂ. പോണ വഴിക്ക് ഞങ്ങൾ സോഡ നാരങ്ങയെ കുടിച്ചിട്ടാണ് പോയത്. അങ്ങനെ തിരിച്ച് എൻജോയിലെത്തി. വാലഡിറ്ററി ഫംഗ്ഷൻ ആയിരുന്നു. അത് അറ്റൻഡ് ചെയ്ത് അവിടെയുള്ള കുട്ടികൾക്ക് ബുക്കൊക്കെ കൊടുത്തിട്ട് ഒരു 6:30 ആയപ്പോഴത്തേക്കും ഞങ്ങൾ ഫുഡ് എക്സ്പ്ലോർ ചെയ്യാനും പറഞ്ഞിറങ്ങി. നോട്ട് ദ പോയിന്റ്, ആ കൈയിരിക്കുന്നത് ജസ്റ്റ് ഒരു സർബത്താണ്, വേറൊന്നും അല്ല. അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങി തിരിച്ചു വന്നപ്പം ഇവിടെ കഞ്ഞി കൊടുക്കുന്നു. പിന്നെ അതും കുടിച്ചിട്ട് ഞങ്ങൾ പോയി കിടന്നുറങ്ങി. അപ്പം ഇത്രേ ഉള്ളൂ ഗൈസ്.